എൻ്റെ പേര് ഷീബ ആൻ്റണി. ഞാൻ എറണാകുളത്തെ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് കഴിഞ്ഞ 2023 ആഗസ്റ്റിൽ അന്നാണ് ആദ്യമായിട്ട് ജപമാല ഞാൻ കൂടിയത്. മാസമായിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിങ്ങനെ തിരിഞ്ഞു പോയിട്ട് നരമ്പ് പെടഞ്ഞു കിടക്കുകയായിരുന്നു. എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റൂല. ഏത് കാലം? വലത് കാലം. അപ്പം അന്ന് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ജപമാല പൊക്കി പിടിച്ച് മുട്ടുമ്മേൽ നിന്ന് വിശ്വാസമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് മുട്ടുകുത്തിയത്. അതിൽ പിന്നെ എനിക്ക് മുട്ടുവേദന ഉണ്ടായില്ല, നടക്കാനും ഒക്കെ പറ്റി. പിന്നെ രണ്ടാമത് എൻ്റെ മകൻ എൻജിനീയറിങ്ങിന് എല്ലാ സെമസ്റ്ററിലും മാത്സിനും തോറ്റുപോയി. അതൊക്കെ ഞാൻ കൊച്ചു എഴുതിയിട്ടും അവൻ പാസ്സാകാൻ പറ്റുന്നുണ്ടായില്ല. മാത്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജപമാല മുടങ്ങാതെ കൂടുമായിരുന്നു. കൊച്ച് അവസാനത്തെ പരീക്ഷ എഴുതിയിട്ട്, കോവിഡൊക്കെ ശേഷം അവസാനത്തെ പരീക്ഷ എഴുതിയിട്ട് അവൻ ദുബായിലേക്ക് ജോലിക്ക് പോയി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എല്ലാത്തിനും ഞാൻ പാസ്സാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരെണ്ണത്തിന് എല്ലാത്തിനും 80-90 മാർക്കൊക്കെ ഉണ്ട്. ഒരെണ്ണത്തിന് മാത്രം 5 മാർക്കിട്ട് കൊച്ചു തോറ്റുപോയി. മാത്സിന് ഒരെണ്ണ വിഷയത്തിന്. അപ്പോൾ അവൻ പറഞ്ഞു, കൂടെയുള്ള എല്ലാ പിള്ളേരും ഒരേ വിഷയത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാരില്ല, റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. റീവാലുവേഷന് കൊടുത്തിട്ടും അതൊന്നും അറിയുന്നുണ്ടായില്ല. ഞാൻ അപ്പോഴും ജപമാല കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 20 അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ ഒരു വിഷയത്തിൽ തോറ്റൊരു യുവാവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മോൻ വന്നിരുന്നു, അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പം അവൻ കോട്ടയത്ത് പോയി അന്വേഷിച്ചപ്പോൾ കൊച്ച് 55 മാർക്കോട് പാസ്സായിട്ടുണ്ട്. എനിക്ക് ശക്തമായ തുമ്മലുണ്ടായിരുന്നു. അത് പൂർവീകരായിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല, മരുന്ന് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഏപ്രിലിൽ ഇവിടെ വന്നപ്പോൾ അച്ഛനെങ്കിലും വിളിച്ചു പറഞ്ഞു, ശക്തിയായ തുമ്മലുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ ആണെന്ന് അറിഞ്ഞില്ല. ഏകദിനത്തിന് വന്നപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ആര്യക്ക് തുമ്മല് ജലദോഷം മാറ്റിയിട്ടുണ്ട്, ചേച്ചിനെ മാറി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് മൂക്കിൽ തൊടാനോ തണുപ്പടിക്കാനോ ഒന്നും പറ്റൂല. കുറഞ്ഞൊരു 10 പ്രാവശ്യം കൂട്ടി തുമ്പു ഞാൻ. അപ്പൊ അത് മാറി കിട്ടി. 5 മാസമായിട്ട് മാറി കിട്ടിയിട്ട് ഏപ്രിൽ വന്നപ്പോ സൗഖ്യം കിട്ടിയത്. അച്ഛൻ വിളിച്ചു പറഞ്ഞു സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് 12 വർഷത്തിന് മുമ്പ് ഞാൻ ബൈക്ക് ഇങ്ങനെ ഓടിക്കാൻ പഠിച്ചപ്പോൾ വീണ് ഒരു തടിപ്പ് ഇടത്തെ ബ്രസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വർഷങ്ങളായതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു, ഒന്ന് കൊണ്ടേ കാണിക്കുന്ന പറഞ്ഞാൽ ആശുപത്രി കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ മാമോഗ്രാം ചെയ്തപ്പോൾ 2 ബ്രസ്റ്റും ചെയ്തു. അപ്പോൾ ഞാൻ അപ്പോഴും നാളും പ്രാർത്ഥിച്ചിരുന്നത് മാറി കിട്ടാനായിട്ട്. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഇല്ല, അത് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിഷമിച്ചാൽ പോകുന്നു. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വലത്തെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് വളർന്നിട്ട് അത് കർത്താവ് എടുത്ത് മാറ്റുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അതുപോലെ പ്രാർത്ഥിച്ചത്, അവിടെ എൻ്റെ മാറിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ വ്യാഴാഴ്ച ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ വലത്തെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിഷമിച്ചാൽ പോകുന്നത്. ആ ശനിയാഴ്ച ഇവിടെ ഏകദിനത്തിന് വന്നു. അപ്പം ബ്രദർ പറഞ്ഞു, ഇങ്ങനെ ബസ്സിൽ സിസ്റ്റം ഉണ്ടായിട്ട് അതെടുത്ത് മാറ്റിയിട്ട് എന്താണ് കയറി സാക്ഷ്യം പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞാനായിരുന്നു. പിന്നെ രോഗം മാറില്ല. അപ്പൊ ഞാൻ അത് പറയാൻ എനിക്ക് പേടിയായിരുന്നു അവിടെ കയറി പറയാൻ. ഇപ്പൊ കഴിഞ്ഞ 10-ാം തീയതി, ഈ മാസം 10-ാം തീയതി അച്ഛനെങ്ങനെ വിളിച്ചു പറഞ്ഞു, ഷീബയെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 4 അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറയാത്ത ഒരാള് ഈ ജപമാല കൂടുന്നുണ്ട്, സാക്ഷ്യം പറയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വീണ്ടും പറഞ്ഞു ഷീബ, പിന്നെ വേറെ 2 പേര് പറഞ്ഞു. എന്നിട്ട് സാക്ഷ്യം പറയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അതാണ് ഞാൻ സാക്ഷ്യം പറയാൻ. നന്ദി പറയാം.